ശ്രീ കൃഷ്ണദാസ്, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരത്തിൽ എമ്പാടും കണ്ട ഒരു ഫ്ലെക്സ് ഉണ്ട്, നന്ദി മോദി എന്ന് BJP വെച്ചൊരു ഫ്ലെക്സ് ബോർഡ്. ഇന്ന് ഈ കമ്മീഷനിങ് നടക്കുന്ന സാഹചര്യത്തിലും കേരളത്തിലെമ്പാടുമുള്ള ആളുകൾ ചാനൽ ലൈവ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ പ്രതീക്ഷിച്ചൊരു കാര്യമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നു, രാജ്യത്തിന് മുതൽക്കൂട്ടാക്കുന്ന ഈ പദ്ധതി ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രഖ്യാപനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. VGF കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്താണ്. VGF ഗ്രാൻഡായി അനുവദിക്കണമെന്ന കേരളത്തിൻ്റെ ആവശ്യം പരിഗണിച്ചത് പോലുമില്ല. വലിയ മേനി നടിച്ചുകൊണ്ട് വീമ്പ് പറയുന്നത് കണ്ടു. 75% ട്രാൻസ്ഷിപ്മെൻറ്റും മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നത് കുറയ്ക്കാൻ കഴിഞ്ഞു. എന്തിനാണ് നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞതെന്നാണ് ഇപ്പോൾ കേരള ജനത ചോദിക്കുന്നത്. എന്തെങ്കിലും പ്രഖ്യാപനം ഈ വിഴിഞ്ഞത്തിന് വേണ്ടി, വിഴിഞ്ഞം തുറന്നിടുന്ന പല വികസന മുഖങ്ങൾക്ക് വേണ്ടി ഒരു പ്രഖ്യാപനം നരേന്ദ്രമോദി നടത്തുകയുണ്ടായോ? എന്തിനായിരുന്നു നന്ദി? ശ്രീ സജു, ഏതാണ്ട് 20-25 കൊല്ലക്കാലത്തോളം പെട്ടിയിലിരുന്നൊരു പ്രോജക്റ്റ്, അതല്ലെങ്കിൽ ഒരു വസ്തു പോലും നടക്കാതിരുന്നൊരു പ്രോജക്റ്റ് 2015-ൽ 2014-ൽ അധികാരത്തിൽ വന്ന മോഡി ഗവൺമെന്റ് രാജ്യത്തെമ്പാടുമുള്ള പോർട്ടുകൾ, നാഷണൽ ഹൈവേകൾ, പ്രധാനപ്പെട്ട ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന വികസന പദ്ധതികൾ, അതിനെല്ലാം ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ 2015 അടക്കമുള്ള കാലഘട്ടങ്ങളിൽ രാജ്യത്ത് ദേശീയപാത വികസനത്തിന്റെ കാര്യത്തിലാണെങ്കിലും സാഗർമാല പ്രൊജക്ട് കൊണ്ടുവന്ന് വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിലുള്ള വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ടാണെങ്കിലും, എയർപോർട്ടുകൾ നടപ്പാക്കുന്നതിന്റെ കാര്യത്തിലാണെങ്കിലും, പോർട്ടുകൾ വികസിപ്പിക്കുന്നതിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം എടുത്തിട്ടുള്ള തത്വത്തിലുള്ള നയവ്യതിയാനത്തിന്റെ ഭാഗമായി ആ ഗവൺമെന്റ്, മോഡി ഗവൺമെന്റ് എടുത്ത സ്ഥിരമായ വികസനോന്മുഖമായിട്ടുള്ള നിലപാടിന്റെ ഫലമാണ് ഇന്ന് വിഴിഞ്ഞത്തെ യാഥാർത്ഥ്യമായിട്ടുള്ള പോർട്ട്. എത്രയോ കാലം അതിനിടയിൽ ഈ പദ്ധതിയുടെ 91-92 കാലഘട്ടങ്ങളിലെ നടപടിക്രമങ്ങൾ മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ, 95-ലെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള നടപടികൾ നോക്കിക്കഴിഞ്ഞാൽ, എത്രയോ കാലഘട്ടങ്ങളിൽ ഇടതുപക്ഷ ഗവൺമെന്റും UDF-ഉം ഇനി കേന്ദ്ര ഗവൺമെന്റിൽ BJP അല്ലാതെ ഇരുന്ന കാലഘട്ടങ്ങളും വർഷങ്ങളോളം UDF-ഉം LDF-ഉം ഒരുമിച്ച് ചേർന്നുകൊണ്ട് കേന്ദ്രം ഭരിച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. ആ കാലഘട്ടത്തിൽ ഒന്നും അനുമതി ലഭിക്കാതിരുന്ന പദ്ധതി അനുമതി ലഭിക്കുന്നു, അതിനുള്ള പേപ്പർ വർക്കുകൾ ക്ലിയർ ചെയ്യപ്പെടുന്നു, ആ പദ്ധതി നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും പൂർത്തിയാകുന്നു, അതിനു വേണ്ടിയിട്ടുള്ള എഗ്രിമെന്റുകൾ വരുന്നു. ഇതെല്ലാം വന്നത് കേന്ദ്രത്തിൽ BJP അധികാരത്തിലിരുന്നുകൊണ്ട് മാത്രമാണ്. ഇനി അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് നേരിട്ട് വന്നാൽ, എന്തിനായിരുന്നു നന്ദി പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ഇതാണ് എന്റെ ആദ്യത്തെ ഉത്തരം. ഇനി രണ്ടാമത്തത്, കേരളത്തിന്റെ വികസനത്തോടൊപ്പം തന്നെ രാജ്യത്തെ സമ്പൂർണമായിട്ടുള്ള വികസനത്തിന്റെ ഭാഗമായി ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളോടൊപ്പം കേരളം വികസിക്കണം എന്നുള്ള മോഡി ഗവൺമെന്റിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ ഭാഗമാണ് ഈ വിഴിഞ്ഞം പ്രോജക്ട് നടപ്പാക്കുന്നതോടുകൂടി അതിനു വേണ്ടിയിട്ടുണ്ടാകുന്ന അനുബന്ധ വികസന പദ്ധതികൾ. അത് റോഡിന്റെ കാര്യത്തിലാണെങ്കിലും, റെയിൽവേയുടെ കാര്യത്തിലാണെങ്കിലും, മറ്റ് അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിലാണെങ്കിലും, കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് കിട്ടേണ്ട ഫണ്ടിനെ സംബന്ധിച്ചാണെങ്കിലും, വരുമാനത്തെ സംബന്ധിച്ചാണെങ്കിലും, അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണല്ലോ കേന്ദ്ര ഗവൺമെന്റ് ഒരു പദ്ധതി അതിന് അനുമതി നൽകുന്നതും അതിന് വിഭാവനം. അല്ല ശ്രീ കൃഷ്ണദാസ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അല്ല, താങ്കൾ പറഞ്ഞത് ശരിയാണ്, വലിയ വിഭാവന ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് താങ്കൾ പറഞ്ഞതിനോട് തന്നെയാണ്, ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് 8650 കോടി, അതിൽ 9% താഴെ മാത്രമാണ് VGF, അതായത് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് വായ്പയായി നൽകിയത് ഉപാധികളോടുകൂടി. അപ്പുറത്തുള്ള തൂത്തുക്കുടി തുറമുഖത്തിന് ഗ്രാന്റ് നൽകി. താങ്കൾ ഈ പറയുന്ന ന്യായമാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളെ പോലെ തന്നെ കേരളത്തിന് വികസിക്കണമെങ്കിൽ എന്തിനാണ് ഇത് ഗ്രാൻഡായി നൽകാതിരുന്നത്, വായ്പ ഉപാധികളോടെ? ഇന്ന് കേരളത്തിലുള്ള എല്ലാവരും കണ്ടതാണ്, നിങ്ങൾ നൽകുന്ന, കേന്ദ്രം നൽകുന്ന 817 കോടിക്ക് 2034 കഴിയുമ്പോൾ 12,000 കോടി അടയ്ക്കണം. വരുമാനത്തിന്റെ 20% കേന്ദ്രത്തിന് കൊടുക്കണം. എവിടെയാണ് ഇങ്ങനെ നടക്കുന്നത്? കേരളത്തോടല്ലാതെ ഏത് സംസ്ഥാനത്തോടാണ് ഇങ്ങനെ കാണിക്കുന്നത്? കൃഷ്ണദാസ്. ശ്രീ സജു, കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ, ഇന്ന് മന്ത്രിമാരടക്കമുള്ള ആളുകൾ, കേരളത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരടക്കമുള്ള ആളുകൾ ജനങ്ങളുടെ മുൻപിൽ വസ്തുതകൾ വളച്ചൊടിച്ചുകൊണ്ട് തെറ്റിദ്ധാരണജനകമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളതിന്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റിനെതിരെ എത്രയോ കാലങ്ങളായി ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ എങ്ങനെയാണ് തൂത്തുക്കുടിയിലെ പോർട്ടിനെയും
വിഴിഞ്ഞം പോർട്ടിനെയും ഒരുമിച്ച് കാണാൻ വേണ്ടി കഴിയുന്നത്? അത് ഗവൺമെന്റ് അല്ല, ഓഫ് അത് ഇന്ത്യയുടെ കാണാൻ കഴിയില്ല. അത് കാണാൻ കഴിയില്ല. ശരിയാണ്. വിഴിഞ്ഞം തുറമുഖം എന്ന് പറഞ്ഞാൽ രാജ്യത്ത് തന്നെ ലോകത്ത് തന്നെ അത്ഭുതങ്ങളിലൊന്നായ തുറമുഖമാണ്. ആ വിഴിഞ്ഞം തുറമുഖത്തിനെ ഇങ്ങനെ നിസാരമായി കണ്ടുകൊണ്ട് കേരളത്തോടുള്ള വൈരാഗ്യം ഒന്നുകൊണ്ട് മാത്രം വിഴിഞ്ഞം തുറമുഖത്തിനെ രാജ്യത്തിന് മുതൽക്കൂട്ടാക്കുന്ന ആ വിഴിഞ്ഞം തുറമുഖത്തെ പോലും തൃണവൽഗണിക്കുന്ന കേന്ദ്ര നിലപാട് അതാണ് കണ്ടത്. ശ്രീ എച്ച് സലാം, ഇപ്പോൾ ശ്രീ കൃഷ്ണദാസ് പറഞ്ഞതാണ് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണങ്ങളാണ് കേന്ദ്ര സർക്കാരിനെതിരെ നടത്തുന്നത്. അങ്ങനെയാണോ? കേരള സർക്കാർ എത്രയധികം വാതിലിൽ മുട്ടി ബി ജെ പി അല്ല അല്ല എന്നോട് ചോദ്യം ചോദിക്കാൻ ഉത്തരം അല്ല താങ്കൾ പറഞ്ഞതാണ്, താങ്കൾ ചോദിച്ചതാണ് തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ളത്. താങ്കൾ പറഞ്ഞത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. അതിന് തീർച്ചയായിട്ടും മറുപടി പറയാൻ കഴിയും എച്ച് സലാമിന്. അതാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ ചോദിച്ച ഒരു ചോദ്യം അതിന് എച്ച് സലാം മറുപടി പറഞ്ഞു. അതിലേക്ക് തിരികെ വരാം. ശ്രീകൃഷ്ണദാസ്, താങ്കൾ ചോദിച്ചല്ലോ, താങ്കൾ പറഞ്ഞല്ലോ പ്രചാരണം തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണം. അതല്ലേ മറുപടി പറയേണ്ടത്? അത് മറുപടി പറയണ്ടേ? ശ്രീ എച്ച് സലാം, താങ്കൾക്ക് മറുപടി പറയാം. ശ്രീ കൃഷ്ണദാസിന് ഇങ്ങനെയെല്ലാം സംസാരിക്കണമെങ്കിൽ അപാരമായൊരു മനക്കെട്ടി എന്ന് ഞാൻ പറയുന്നുള്ളൂ. മനക്കെട്ടി വേണം ഇങ്ങനെയൊക്കെ സംസാരിക്കണമെങ്കിൽ. പ്രിയപ്പെട്ട ശ്രീ കൃഷ്ണദാസ്, നിങ്ങൾ ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ എവിടെയെങ്കിലും ഒരു കേന്ദ്രത്തിന് റോൾ പറഞ്ഞോ? ഈ വിഴിഞ്ഞ പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ എന്തുകൊണ്ട് പറഞ്ഞില്ല? പറയാനൊരു നയാകാശിൻ്റെ സഹായം ആ കാര്യത്തിലില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് പറയാതിരുന്നത്. നന്ദി മോദി എന്ന് പറഞ്ഞിട്ട് ഈ അക്കൗണ്ടിൽ, ഈ ചെലവിൽ, വിഴിഞ്ഞത്തിൻ്റെ ചെലവിൽ പുതിയ സംസ്ഥാന പ്രസിഡൻ്റായ ഒരാൾ, ഒരു ബിസിനസ്സുകാരൻ, അയാളൊരു ബിസിനസ്സിൻ്റെ മൈൻഡിൽ നിന്നുകൊണ്ട് BJP എന്ന രാഷ്ട്രീയ പാർട്ടിയെ ഇങ്ങനെ കവർന്നെടുത്തുകൊണ്ട് പോയ ആളാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വിഴിഞ്ഞത്തെ ഒന്ന് മുന്നിൽ നിർത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രൊമോഷൻ നടത്താൻ പറ്റുമെന്ന് അദ്ദേഹം നോക്കിയത്. നന്ദി മോദി എന്ന് ബോർഡ് എഴുതി വെച്ചിട്ട് അദ്ദേഹത്തിന് വലിയ ചിത്രം വെച്ച് നാട് മൊത്തം വെച്ച് ഒരു നാണവും മാനവും വേണ്ടേ? നമ്മുടെ നാട്ടിൽ ചില പറയും, ഒന്നുകിൽ നാണം വേണം അല്ലെങ്കിൽ മാനം വേണം. ഇത് രണ്ടുമില്ലെങ്കിൽ ഇതെന്തെങ്കിലും ഒന്നുള്ള ഒരുത്തം കുളിച്ച് കുളത്തിൽ പോയെന്ന് കുളിക്കുമെങ്കിലും വേണം എന്ന് നാട്ടിൽ പറയില്ലേ? പ്രിയപ്പെട്ട കൃഷ്ണദാസ്, നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു മിനിമം ഒരു നാണം വേണ്ടെന്ന്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സംസ്ഥാന പ്രസിഡൻ്റല്ലേ, ഒരു നാണം വേണ്ടേ? വിഴിഞ്ഞ പോർട്ടുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തുടക്കം മുതലുള്ള ഹിസ്റ്ററി എല്ലാം ഈ നാട്ടിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഇരിക്കുന്ന നമ്മൾ നാലാൾക്ക് മാത്രമല്ല, ഏറെക്കുറെ പൊതുവെ ഇത്തരം കാര്യം ശ്രദ്ധിക്കുന്ന നാട്ടിൽ മലയാളിക്കെല്ലാം പൊതുവെ അറിയുന്നൊരു കാര്യമാണ്. അതിൻ്റെ ആ വന്ന വഴിയും മറ്റുമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളതിൻ്റെ ഒരു ബാക്ക് ഹിസ്റ്ററിയിലേക്ക് പോയിട്ട് ആ സമയത്തുണ്ടായ നെഗറ്റീവായ രീതികളൊന്നും ഇങ്ങനെ മുന്നോട്ട് വെക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അത് ഞങ്ങളുടെ നിലപാടാണ്. ഒരു നാടിൻ്റെ ഭാവി പുരോഗതിക്ക് ഉതകുന്ന നിലയിൽ ഒരു പുതിയ വൻകിട സംരംഭത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി കേരളം എന്ന നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും അഭിവൃദ്ധിക്ക് പുരോഗതിക്ക് വേണ്ടി ഞങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന വളരെ പോസിറ്റീവായൊരു കാഴ്ചപ്പാട് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വിഴിഞ്ഞമെന്ന് യാഥാർത്ഥ്യമായത്. അത് 9 വർഷക്കാലം ഈ കേരളത്തിന് മുഖ്യമന്ത്രിയായി ഇടതുപക്ഷ ഗവൺമെൻറ് ഭാഗമായി സഖാവ് പിണറായി വിജയൻ എന്ന ഏറ്റവും കരുത്തനായ കാര്യശേഷിയുള്ള മുഖ്യമന്ത്രി കേരളത്തിൻ്റെ നാട് ഭരിച്ചതിൻ്റെ ഭാഗമായി തന്നെയാണെന്ന് ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും. ഇന്ന് വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്നതും അതിൻ്റെ എല്ലാ ഘട്ടങ്ങളും 2028 നേരത്തെ പറഞ്ഞതിനേക്കാൾ അഡ്വാൻസായി 2028 എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാക്കാൻ കഴിയുന്നത്. നിങ്ങൾ നോക്കൂ, ഇന്നിപ്പോൾ ഔദ്യോഗികമായി ഉദ്ഘാടനം നടത്തി ഇന്നാണ്. ട്രയൽ റൺ ആയിരുന്നു. 250-ലധികം ഷിപ്പുകൾ അവിടെ വന്ന് നങ്കൂരമിട്ടു. കൊമേഴ്സ്യൽ ഓപ്പറേഷൻ ആരംഭിച്ച ശേഷമുള്ള ഉദ്ഘാടന ദിവസം വരെയുള്ള ദിവസത്തെ കണക്കെടുക്കുമ്പോൾ 250-ലധികം വരുന്ന കപ്പലുകൾ അവിടെ നങ്കൂരമിട്ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ വളരെ അത്ഭുതകരമായൊരു സാധ്യത വെട്ടിത്തുറക്കപ്പെടുന്ന, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ പോലെ കേവല അർത്ഥത്തിലെ ഒരു കവാടം മാത്രമല്ല ഇത്. അത് അത്രമാത്രം നാടിൻ്റെ പുരോഗതിക്ക് നമുക്ക് ലാക്കാക്കിയെടുക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റാണ്. ഞങ്ങൾക്ക് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് മാറി പിണറായി വിജയൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ഇതിൻ്റെ കണ്ടീഷനുമായി ബന്ധപ്പെട്ടുള്ള വ്യത്യസ്ത നിലപാട് ഞങ്ങൾക്കുണ്ടായിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ട യാഥാർത്ഥ്യമാണ്. ആ വ്യത്യസ്തമായ നിലപാട് ഉള്ളപ്പോഴും ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് തീരുമാനിച്ചെന്താണ്? ആ സർക്കാർ നയിക്കുന്ന CPM എന്ന രാഷ്ട്രീയ പാർട്ടിയും LDF എന്ന മുന്നണിയും തീരുമാനിച്ചത്
ഇതിൻ്റെ നിയമക്കുരുക്കിലേക്ക് പോയി ഈ പദ്ധതി നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയോ കാലതാമസം വരികയോ ചെയ്യാൻ പാടില്ലെന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് ഞങ്ങൾക്കൊരു വ്യത്യസ്തമായ നിലപാട് ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടാക്കിയ കണ്ടീഷനുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ തീരുമാനിച്ചത് വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാക്കി എടുക്കണം എന്നാണ്. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ അതിശക്തമായ അത്തരം കാര്യങ്ങൾ എന്തെല്ലാം തരത്തിലുള്ള എതിർപ്പുണ്ടായ ഘട്ടത്തിൽ പോലും വളരെ സ്ട്രോങ് ആയ ഒരു നിലപാട് സ്വീകരിച്ച് ഇത് യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ശ്രീ കൃഷ്ണദാസ് അദ്ദേഹം പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു 10 രൂപ കാശിൻ്റെ ഒരു റോൾ നരേന്ദ്രമോദിക്കോ കേന്ദ്ര ഗവൺമെൻറ്റിനോ ഉണ്ടോ? ഇവിടെ അവതാരകൻ പറഞ്ഞല്ലോ, ആകെ ചെലവ് 8867 കോടി രൂപയാണ്. അതിന് സംസ്ഥാന സർക്കാർ ചിലവാക്കുന്ന പൈസ 5595 കോടിയാണ്. അദാനി ഗ്രൂപ്പ് ചെലവഴിക്കുന്ന പണം 2454 കോടിയാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാന ഷെയർ ഈ സംസ്ഥാന സർക്കാരിൻ്റെ പൈസയാണ് വിഴിഞ്ഞം പോർട്ട് ബിൽഡ് ചെയ്തെടുക്കുന്ന കാര്യത്തിൽ. ഇവിടെ BGF-മായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തെ പോർട്ടിനോട് നിങ്ങൾ ചോദിച്ചോ, ഈ പറഞ്ഞ മാതിരിയുള്ള രീതി ചോദിച്ചോ? ആകെ BGF-ൻ്റെ ആ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിൻ്റെ കണക്ക് നോക്കിയാൽ ഏതാണ്ട് 817 കോടി രൂപ മാത്രമാണ്. 8867 കോടി എന്ന് പറയുമ്പോൾ അതിന് വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ്. ആ ചെറിയ ശതമാനമായ പൈസ ഗ്രാൻഡായി സെൻട്രൽ ഗവൺമെൻറ് അലോട്ട് ചെയ്യണം എന്ന് ഈ സംസ്ഥാനം ആവശ്യപ്പെട്ടു. മറ്റ് സംസ്ഥാന പോർട്ടുകൾ നിങ്ങൾ കൊടുത്തില്ലേ കേന്ദ്ര BJP ഗവൺമെൻറ്? കേരളത്തിൽ തരാൻ തീരുമാനിച്ചു. അത് ഗ്രാൻഡായി പറ്റില്ല, വായ്പയായി കണ്ടീഷണബിളായ വായ്പയായിട്ട് തരാം എന്ന മട്ടിലാണ് നിങ്ങൾ കൈകാര്യം ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഇത് കേരളത്തിൽ മാത്രമുള്ളതല്ലല്ലോ വിഴിഞ്ഞം. കേരളം ഉൾപ്പെടുന്ന രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻറ്റ്സിൽ ഉപകരിക്കപ്പെടുന്ന കാര്യമല്ലേ? അവിടേക്ക് ആ BGF-ആയി സാധാരണ നിലയ്ക്ക് ലഭിക്കേണ്ട പണം പോലും തരില്ല എന്ന് നിലപാട് സ്വീകരിച്ച കേന്ദ്ര BJP ഗവൺമെൻറ്, യൂണിയൻ ഗവൺമെൻറ്റാണ്. അതിന് പ്രധാനമന്ത്രിയാണ് വന്ന് ഉദ്ഘാടനം ചെയ്തത്. ആ വേദിയിലാണ് നേരത്തെ പറഞ്ഞ പോലെ നാണവും മാനവും ഇല്ലാതെ അവിടെ വന്ന് കയറിയിരുന്നത്.